ഹൈ ഫ്രണ്ട്സ്, നമ്മള് വലയിടാൻ പോവുകയാണ്. ഇപ്പൊ ഉണ്ണി വലയിട്ടിട്ട് വന്നതാണ്. ഇത് കണ്ടോ, ഉണ്ണി വലയിട്ടിട്ട് വന്നപ്പം മീനുണ്ടെന്ന് മനസ്സിലാക്കി. തൂളിയാണ്. ഈ ഒരു തൂളിയുടെ വലുപ്പം കണ്ടോ, അവനിപ്പ പിടിച്ചിട്ട് വന്ന തൂളിയാണ്. ആ വള്ളത്തിലെ തൂളിയുണ്ട്. നമുക്കും പോയിന്ന് വലയിടാം. നമുക്കിടാനുള്ള വല നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വള്ളത്തെ പോയി വലയിടാം. വാ. ബോട്ട് വരാൻ നേരം ആയോ? നമ്മൾ വലയൊക്കെ എടുത്ത് വെച്ച് ഒരു ബോട്ട് വരാനുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും നമുക്ക് വലയിടാം. ബോട്ട് വരുമ്പോൾ അന്നേരം വലിക്കാം, അല്ലേ? അപ്പൊ നമ്മൾ ഈ വല ഒഴുക്കി വിടുകയാണ്. ആറിന് അക്കരെ ഇക്കരെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ വല ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് ആ ബോട്ട് കിടക്കുന്ന അവിടെ അതിൻ്റെ ഇപ്പുറം വരെ നമ്മൾ ഒഴുക്കും. അപ്പോഴേക്കും വന്ന് കയറുന്ന മീനാണ് നമുക്ക് കിട്ടുന്നത്. നോക്കാം. വലയിടാൻ തുടങ്ങാവേ. നമ്മൾ വലയിട്ട് വരുമ്പം വള്ളം അങ്ങ് ചെല്ലും. എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒഴുക്കിനങ്ങ് പോവും. പടിഞ്ഞാറ് നല്ല മഴക്കാറും കൊണ്ടിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ആറിന് നടുവരെയായി. ഇതിങ്ങനെ നമ്മൾ അക്കരെ വരെ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഇങ്ങനെ വല ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടയെടുത്തില്ല. ഭയങ്കര മഴക്കാറാണ് പടിഞ്ഞാറ് വെച്ചിരിക്കുന്നത്. നോക്കി, അങ്ങോട്ട് നോക്കി, ഉണ്ടോ? നല്ല ഇരുണ്ട് പുകഞ്ഞാണ് വരുന്നത്. മിക്കവാറും നമ്മൾ വല വലിക്കുന്നതിന് മുമ്പേ മഴയത്തെ നമ്മൾ വല വലിച്ച് തീരത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വല വലിക്കാം. ബോട്ട് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരെ നമുക്ക് ഒഴുക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ബോട്ട് വന്ന് യാറിനക്കരയ്ക്കരെ ക്രോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബോട്ട് നമ്മുടെ വല കയറി. കൊക്കായാണ് വരുന്നത്. ഓ, ആദ്യത്തെ തൂളിയാണ്. രണ്ടായി. ചപ്പിഞ്ഞടാലും വരുന്നതുകൊണ്ട് വലക്കകത്ത് കയറിയാൽ അത് പിന്നെയും നമുക്ക് ഇല മാടേണ്ടി വരും. തൂളി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, തൂളിയാ മൊത്തം. ഒരെണ്ണം പോയി പൊട്ടിച്ച്. ബോട്ടിഞ്ഞ് എവിടം വരെയായി? രാമഗിരി 8-ലെടുത്തല്ലേ?
ജെട്ടിയിൽ ആൾ കയറാനില്ല, ആളില്ല. നമ്മൾ വല വലിക്കുന്നതിൻ്റെ പകുതി ഭാഗത്ത് വെച്ചാണ് നമ്മൾ വല വലിച്ചത്. കരിമീൻ വെച്ച് കഴിഞ്ഞ് ബോട്ട് കഴിഞ്ഞ് വന്നത് കണ്ടോ, ബോട്ട് വരുന്നുണ്ടോ. മഴക്കാറാണെങ്കിൽ ഭയങ്കര മഴക്കാറ്. പടിഞ്ഞാട്ട് നോക്കി വെയ്യും, ബോട്ട് വന്നു. ഏലും ഇതെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വല വലിച്ചെടുത്ത്. ഈ ജെട്ടിയിൽ ആ ബോട്ട് അടുക്കും, അതാണ് നമ്മൾ തിരുതി വെച്ച് വല വലിച്ച്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് വലിച്ച് ഒഴിവാക്കി കൊടുത്ത് അവരത് വഴി പൊക്കോളൂ. ഈ തൂളി വീട്ടിൽ ചെന്നിട്ട് നമുക്കിത് ചാകാതെ ഇതിനെ നമ്മൾ വേറൊരു വലയ്ക്കകത്തേക്ക് ഇടണം. ബോട്ട് വന്നതാണ്. ബോട്ട് കണ്ടോ, അത് നമ്മൾ ഈ ജെട്ടിയിൽ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനി വെള്ളം പൊങ്ങുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ദുരിതങ്ങളും വെള്ളപ്പൊക്കത്തിൻ്റെ. അപ്പം വെള്ളപ്പൊക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല, പക്ഷെ വെള്ളമൊക്കെ കണ്ടമാനം പൊങ്ങി തരിക്കകത്തൊക്കെ കയറുകയാണെങ്കിലുള്ള വിഷയങ്ങളാണ് വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വെക്കുന്ന പെരകളിലൊന്നും വെള്ളം കയറത്തില്ല, പഴയ പെരകളിലെല്ലാം വെള്ളം കയറും. ഇപ്പം എല്ലാ വർഷവും നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളപ്പൊക്കം ഞങ്ങൾ കുട്ടനാട്ടുകാർ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുൻകരുതലുകളൊക്കെ ഞങ്ങൾ ചെയ്യും. എന്നാലും നമ്മളെ കണ്ടമാനം പിടിവിട്ട് മഴയും വെള്ളപ്പൊക്കമായി പോയെങ്കിലുള്ള പ്രയാസങ്ങളാണ്. ഏതായാലും നമ്മൾ വർത്താനം പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല, തൂളി ചാകാതെ നമുക്ക് അടുത്ത് വലയ്ക്കകത്ത് വേണം. നമ്മൾ വീട്ടിൽ കടയിൽ വന്നു. നമ്മൾ തൂളി ഇടാനുള്ള വലയാണിത്. ഓരോ തൂളി ഇതൊക്കെ ചാകുന്നതിന് മുമ്പേ നമുക്ക് ഫ്രഷ് മീൻ കൊടുക്കാനാണ്. ഇതിങ്ങനെ നമ്മൾ വലയ്ക്കകത്തേക്ക് അങ്ങോട്ട് ഇടുക. ഈ മീനെല്ലാം കൂടെ നമ്മൾ എടുത്ത് ഒന്നിച്ച് കാണിക്കുമ്പോൾ മീൻ ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ നൂരുന്നത് അനുസരിച്ച് വലയിലോട്ട് ഇടുന്നത്. നമ്മൾ ഏതായാലും മീനെടുത്ത് തീരാറായി. ഇപ്പം മഴ ഇപ്പം പെയ്യും. ഇപ്പം നമുക്കൊരു സൗകര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ലോലാമ്മയും കൂടെ വന്ന് ഈ വല പിടിച്ചു തന്നതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമായി. എങ്ങാണ്ട് മീനുണ്ട്, ഉണ്ട്. നല്ല കാറ്റ് വരും. വലയ്ക്കകത്ത് പെരണ്ടു പോയത്. അതൊരു വലയുടെ കണ്ണി പൊട്ടിച്ചാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഒരു കരിമീനുണ്ടായിരുന്നില്ല എടുത്ത്, ചെറുതാ. ചെറുതാണെങ്കിൽ ഈ ഉടക്കൊല കിട്ടിയത് കാരണം ഇനിയും നമുക്കത് കളഞ്ഞിട്ട് അതിനെ വിട്ടിട്ട് കാര്യമില്ല.
അപ്പം ഈ വലയിലെ മീൻ തീർന്നിരിക്കുക. ഇതെല്ലാം തീർന്നു. അപ്പം ഇനി നമുക്ക് അടുത്ത വല ഇടുന്ന കാണാം. ഓക്കെ. ഉണ്ണി ഇപ്പൊ ഒരു വലയിട്ട മീനാണിത്. അതിനകത്ത് ഏറ്റവും വലുതെടുത്ത് കരക്കൊട്ടിട്ടുണ്ട്, അത് ചാടിപ്പോകുന്നതിന്. വേണ്ടോ, ഇതിനിപ്പോൾ ചാകുന്നതിന് മുന്നേ നമുക്ക് വലയ്ക്കകത്തിട്ടിടാം. ഒത്തിരി മീനുണ്ട്. ഇത് ചെറുതാണ്. അതുപോലെ കുറുവ നമ്മൾ മാറ്റിയിടുകയാണ്. അത് ഈ കൂട്ടിനകത്താണ് ഇടുന്നത്. അതിനകത്ത് ഇട്ട് ഇനി വീണ്ടും വലയിടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്കും വലയിടണം. ആ ബോട്ട് ഇങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു വലയിടുകയാണ്. നമ്മുടെ വലയെല്ലാം വള്ളത്തെ ഇരിക്കുകയാണ്. നമുക്ക് വല ഇട്ടേക്കാം. വേണ്ട, നമ്മുടെ വലയെല്ലാം വള്ളത്തില്ല. നമുക്ക് അടുത്ത വല ഇടാൻ പോവാം. നമ്മുടെ വീടിന്റെ വാതിൽക്ക് തന്നെയാണ് നമ്മൾ വല ഇടുന്നത്. മഴയുണ്ട്. മഴ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മഴ നോക്കി നിന്ന് വലയിടിൽ നടക്കത്തില്ല. ഇനിയിപ്പം ഞാനിത് എഴുന്നേറ്റ് നിന്ന് വേണം വലയിടാൻ. കാര്യം നമ്മളൊരു വല ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ വലയെല്ലാം ചുരുങ്ങിയിട്ടുണ്ട്, വല നിവർന്നു പോകത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ വല ഇട്ട് ഇതുപോലെ നേരെ അക്കരയ്ക്കോട്ട് ഇടുകയാണ്. അക്കരയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ വല ഇട്ട് നേരെ ഇക്കര വന്ന് ഈ ഒഴുകി പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ കൂടെ പോള വരുന്നുണ്ട്, അത് നമുക്കൊരു വിഷയമുണ്ട്. വല വലിക്കുമ്പം പോള വല കയറാത്ത രീതിയിൽ വലിക്കണം. ഒഴുക്കില്ലെങ്കിൽ നമുക്ക് പോള ഒഴിവാക്കി നമുക്ക് വലിക്കാം. നമ്മൾ വല വലിക്കേണ്ട സ്ഥലമായിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വല ഒഴുക്കുമ്പോൾ എല്ലാ വലയ്ക്കും ഒരുപോലെ നമുക്ക് മീൻ കിട്ടത്തില്ല. ചില വലയ്ക്ക് മീൻ കൂടുതൽ കിട്ടും, ചില വലയ്ക്ക് മീൻ കിട്ടാതെയും വരും. അങ്ങനൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വല വലിക്കാം. പോളയുടെ ഒരു ശല്യമുണ്ട്. കഴിയുന്നത്രയും പോള കയറിയ പിന്നെ ഇനി വല നമ്മൾ അതിൽ പോളയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇടാനൊക്കത്തുള്ളൂ. അങ്ങനത്തെ കാര്യമുണ്ട്. കുമ്പത്തെല്ലാം കയറും. നമ്മുടെ വലയ്ക്കുന്ന ഇത്തവണ മീനില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ വലയ്ക്കും ഒരുപോലെ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. ചെറിയ മീനാ ഈ വലയിലാ മീനൊക്കെ ഉടക്കുന്നത്. അതിൻ്റെ വാ കയറി വലയിൽ ഉടക്കുന്നതാണ്. വലയിലൊക്കെ അപ്പടി അഴുക്കാം.
ഈ വല കുടഞ്ഞെടുക്കാം അടുത്ത വല ഇടണമെങ്കിൽ. പിന്നെ വന്നുകൊണ്ടിരിക്കുക. ആ ഭാഗത്തൂടെ മീൻ കുറവാണ്, അതാണ്. പോയി തൂളിയായത് കൊണ്ട് ഭയങ്കര ശക്തിയല്ലേ തൂളിക്ക്, അപ്പോൾ വല പൊട്ടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് വല ഇടണേ, വല കുടയാതിടാനൊക്കത്തില്ല. ഈ വലയ്ക്ക് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീൻ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, മീൻ എല്ലാ വലയ്ക്കും ഒരുപോലെ മീൻ കിട്ടത്തില്ല. ചില വലയ്ക്ക് കൂടുതൽ മീൻ കിട്ടും. വല വലിച്ച് തീരുക. ഒരു തുള്ളി അങ്ങനെ ഓടുന്നു. തീർന്നു. അറ്റത്തൊരു വിളി ഉറക്കി. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നല്ല ഒഴുക്കമായി തുടങ്ങി കേട്ടോ. നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് ഇപ്പൊ ഈ വിലയ്ക്ക് നമുക്ക് മീൻ കുറവാണ്. കണ്ണി വെട്ടിച്ചാടിക്കുന്നത്. ഈ ഒരു വിലയ്ക്ക് നമുക്ക് മീൻ കുറവാണ് കിട്ടിയത് കണ്ടോ. എന്നാലും തരക്കേടില്ല, നമുക്ക് ചാകാതെ ഇതിനകത്തേക്ക് ഇടാം. പുളിയൊന്ന് ചെറുതായിട്ട് മയങ്ങിയെങ്കിലും അത് വീണ്ടും ജീവൻ പിടിച്ചു. അപ്പം നമ്മൾ ചാകുന്നതിന് മുമ്പേ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. ഇപ്പം രണ്ട് കുറുവ നമുക്കിത് ഇതിനകത്ത് ഇടുന്നത്. കുറുവായ്ക്കാണ് ആൾക്കാർ കൂടുതൽ ഓർഡർ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറുവ മാറ്റി ഇടുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇത് കണ്ടോ, ഇന്ന് നമുക്ക് കിട്ടിയ മീനാണിത്. ഇതിനകത്ത് കുറച്ച് തുള്ളിക്ക് നമുക്ക് ഓർഡറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ തുള്ളി ഇത്രയും പിടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാ തുള്ളിയും ചാകാതെ തന്നെ ഫ്രഷായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.